നമസ്കാരം. ഇന്ന് നമുക്ക് മറയൂർ ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വലിയ തോതിൽ കരിമ്പ് കൃഷി ചെയ്യുന്ന അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് മറയൂർ. ഇവിടുത്തെ കാലാവസ്ഥയും മണ്ണും കരിമ്പിന് പ്രത്യേക മധുരവും ഗുണനിലവാരവും നൽകുന്നു. അതുകൊണ്ട് തന്നെ മറയൂർ ശർക്കരയെ ഷാംപെയിൻ ഓഫ് ജാഗറി എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗും മറയൂർ ശർക്കരയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മറയൂർ ശർക്കര ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ഇവർ വിളവെടുത്ത കരിമ്പ് നന്നായി കഴുകിയ ശേഷം ഒരു മെഷീനിലൂടെ ചതച്ച് അതിൻ്റെ നീര് ശേഖരിക്കും. ആ കാണുന്ന പച്ച ടാങ്കിലാണ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ഈ വലിയ പാത്രത്തിലേക്ക് മാറ്റും. അതിനുശേഷം അതിന് അടിയിൽ തീ കൊടുത്ത് ഇത് തിളപ്പിക്കും. അതിനു വേണ്ടിയിട്ട് ഈ കരിമ്പിൻ ചണ്ടി തന്നെയാണ് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ചട്ടിയിൽ ഇത് മണിക്കൂറുകളോളം തിളപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യും. പിന്നെ മുകളിലേക്ക് വരുന്ന ഈ വേസ്റ്റൊക്കെ നീക്കം ചെയ്യുകയും ചെയ്യും. ഇവർ ഈ വിതറുന്നത് ചുക്കാണ്. ഇപ്പോൾ ഇവരിത് ഉണ്ടാക്കുന്നത് ചുക്ക് കാപ്പിക്കായി ഉപയോഗിക്കുന്ന ശർക്കരയാണ്. അതുകൊണ്ടാണ് ചുക്ക് ഇവർ വിതറുന്നത്. ഏകദേശം ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ ആ ലിക്വിഡ് ഈ ചതുരപാത്രത്തിലേക്ക് മാറ്റുന്നു. അതിനുശേഷം തണുക്കാൻ വയ്ക്കുന്നു. തണുത്തതിന് ശേഷം പയ്യെ ഉരുളകളായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഒരുപാട് മണിക്കൂറുകൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ശർക്കര ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.